നമസ്കാരം. ഇന്നത്തെ വിഷയം വാസ്തുശാസ്ത്രത്തിലെ വാസ്തുപുരുഷനെ സംബന്ധിച്ചുള്ള വിവരമാണ്. പലർക്കും വാസ്തുപുരുഷൻ എന്താണെന്ന് അറിയാത്തവർ കാണും. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണിത്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. വാസ്തുശാസ്ത്രത്തിലെ വാസ്തുപുരുഷൻ്റെ ഐതിഹ്യം എന്താണെന്ന് പറഞ്ഞാൽ ചരിത്രവും വേദാന്തവും ശാസ്ത്രവും ഇഴചേർന്ന് ഉണ്ടാകുന്നതാണല്ലോ ഒരു ഐതിഹ്യം. അങ്ങനെ സൂര്യചന്ദ്രന്മാരുടെ ഭ്രമണവും നക്ഷത്രങ്ങളുടെ ചലനവും കാലാവസ്ഥാ വ്യതിയാനവും പുരാതന കാലം മുതലേ മനസ്സിലാക്കിയിരുന്നത് ഐതിഹ്യങ്ങളിൽ നിന്നായിരുന്നു. വാസ്തുവിൻ്റെ തത്വങ്ങൾ ഉടലെടുത്തതും ഐതിഹ്യങ്ങളിൽ നിന്നാണ്. അതിനനുസരിച്ച് ഗർവിഷ്ഠനും ശക്തിമാനും പരാക്രമിയായ ഒരു അസുരൻ ആവശ്യപ്പെട്ട വരം ലഭിച്ചപ്പോൾ എല്ലാ ദിക്കുകൾക്കും ദേവന്മാർക്കും ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരുന്നു. ഉപദ്രവം സഹിക്കവയ്യാതെ ദേവന്മാർ അവനെ ഭൂമിയിൽ വീഴ്ത്തി. അതിനുശേഷം ആ അസുരൻ ഭൂമിയിൽ കിടന്നുരുണ്ട് എല്ലാ ദിക്കുകളിലെത്തി മനുഷ്യനെ മർദ്ദിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ അസുരൻ ഈ വിധ പ്രവൃത്തികൾ മൂലം ദേവന്മാരും മനുഷ്യരും അസ്വസ്ഥരായി. അങ്ങനെ ഉരുണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ കാലും വടക്ക് കിഴക്ക് ദിശയിൽ തലയും ആയി മലർന്ന് വീണ സമയത്ത് ദേവന്മാർ അയാളുടെ ദേഹത്ത് ചാടി വീണ് അസുരൻ്റെ മുകളിൽ സ്ഥാനം ഉറപ്പിച്ചു. അതോടെ അയാൾക്ക് അനങ്ങാൻ വയ്യാറ്റാത്ത അവസ്ഥയായി. അങ്ങനെ അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ മലർന്നു കിടക്കുന്ന ഈ അസുരനാണ് വാസ്തുപുരുഷൻ എന്നാണ് സങ്കല്പം. ഗൃഹനിർമ്മാണത്തിന് മുന്നോടിയായി വാസ്തുപുരുഷനെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വാസ്തുശാസ്ത്രത്തിൽ നിബന്ധനകൾ ഉൾക്കൊള്ളുകൊണ്ട് പ്രകൃതി നിയമങ്ങൾ പാലിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. എല്ലാ പ്രതിഭാസങ്ങളേലും ശക്തികളോടും പൊരുത്തപ്പെട്ടുകൊണ്ടും ആദരവോടും വേണം ഒരു നിർമ്മാണം രൂപകൽപ്പന ചെയ്യാൻ. അതുകൊണ്ടാണ് വാസ്തുശാസ്ത്രം അനുസരിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് ഉടമയ്ക്ക് നല്ല ഫലം പ്രദാനം ചെയ്യുന്നത്. ഈ വിവരം എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ വാസ്തുപുരുഷൻ എന്താണെന്നുള്ളത്. ഈ വാസ്തുപുരുഷനെ നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വാസ്തുപുരുഷന് ഇത്രയും പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. പുതിയ പുതിയ വിഷയങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവർ നമോ വന്ദനം.